അച്ഛാ, അല്ല, നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവാ. അച്ഛനൊന്നും റെഡിയാവ്. ഇതാ ഇപ്പൊ നന്നായത്. നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് ഞാനെന്തിനാ റെഡിയാവുന്നത്? അതല്ല അച്ഛാ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. സാധാരണ ഡോക്ടറെ കാണാൻ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പോകുന്നത്? ഇന്നും അത്ര എന്താ ഒരു പ്രത്യേകത? ഡോക്ടർ ഇഷാനെ കാണാനല്ല നമ്മൾ പോകുന്നത്. എന്താടാ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ. നമുക്ക് പോകേണ്ടത് സിറ്റി ഹോസ്പിറ്റലിലേക്കാ. നന്ദേട്ടൻ ഇവിടെയുണ്ട്. അത് ശരി, അപ്പോൾ വാർത്ത ഇങ്ങെത്തി. ഇനിയാണ് എൻ്റെ പെർഫോമൻസ്. ഏതായാലും സച്ചി പറഞ്ഞ് തീരട്ടെ, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അച്ഛൻ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. സത്യം പറ, നന്ദൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? അതോ അവനെന്തെങ്കിലും അപകടം പറ്റിയോ? അച്ഛാ, നന്ദേട്ടന് ചെറിയൊരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സത്യം പറടാ, എന്റെ മോൻ എന്താ പറ്റിയത്? സച്ചി, എന്റെ നന്ദേട്ടൻ എന്താ പറ്റിയത്? പറ സച്ചി, എന്റെ നന്ദേട്ടൻ എന്താ പറ്റിയത്? നന്ദൻ എന്ത് അപകടം പറ്റിയത്? സത്യം പറ, എന്താ ഉണ്ടായത്? അച്ഛാ, ആർക്കെ ചേർന്ന് നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു. കൊല്ലാനോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ആരെന്റെ നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത്? എന്റെ ഈശ്വരൻ, ഞാനിത് എങ്ങനെ സഹിക്കും? സത്യം പറ സച്ചി, എന്റെ നന്ദേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളൊക്കെ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. പറ സച്ചി. അച്ഛനെ, എന്തിനാ നിങ്ങളത് മറച്ചു വെക്കുന്നത്? ആരെ എന്തോന്നൊന്നും അറിയില്ല എടുത്തി. ഒരു കൂട്ടം ആളുകൾ പെട്ടെന്ന് നന്ദേട്ടനെ ആക്രമിക്കായിരുന്നു. ഇതിന്റെ എല്ലാത്തിനും കാരണം ഇവിടെ ഒറ്റ ഒരുത്തിയാ. ഞാനും നന്ദേട്ടനും ആദ്യം വഴക്കിട്ടു, പിന്നെ സ്നേഹിക്ക് അമോഷനായി. ഇപ്പൊ എന്നെ നന്ദേട്ടനായ കൊല്ലാൻ നോക്കി. ഇവിടെ എന്ത് ഗർഭിണിയായോ അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ സർവനാശം. അയ്യോ, എന്റെ നന്ദേട്ടൻ എങ്ങനെ സഹിക്കും?